ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് കിടക്കാം. ദെൻ ഇന്നത്തെ വർക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. എല്ലാ എല്ലാ വീഡിയോയിലും നമ്മൾ സ്പെഷ്യൽ തന്നെയാണ്. അപ്പം ഇത് നമ്മളിതുവരെ ചെയ്യാൻ എന്താ പറയുക, ഇതുവരെ ചെയ്യാൻ കാത്തു വെച്ചാന്നൊക്കെ പറയുന്ന പോലുള്ളൊരു ഡിസൈനായിരുന്നു. ഒരു ബൊക്കറ്റ് തീമിൽ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തതായിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബല്ല, ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ എന്താ പറയുക, അവരത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ലൈക്കായി. അങ്ങനെ ഇനി ഏതെങ്കിലും കസ്റ്റമർ നമ്മളോട് പറയുമല്ലോ, നിങ്ങളിഷ്ടം പോലെ ചെയ്തോ, എന്തായാലും വേണ്ടില്ല എന്നൊക്കെ പറയുന്നൊരു കസ്റ്റമറൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. സംഭവം അവരോട് പറഞ്ഞപ്പം അവർക്ക് ഓക്കെയാണ്, ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ വെച്ചത് ഒരു OHP ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളൊരു ടാപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ മുകളിലായിട്ടൊരു നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബൊക്കറ്റ് ഷീറ്റിൻ്റെ ഓരോ പാർട്സ് ഉണ്ടല്ലോ, അത് ഓരോന്നോരോന്നാക്കിയിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിളായിരുന്നു. പിന്നെ നമ്മൾ മുകളിലായിട്ട് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നാമത് ക്രീം യൂസ് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബൊക്കെ കേക്ക് ആണ്, പക്ഷേ എന്നാലും കൂടെ തന്നെ ബൊക്കേൻ്റെ ഈ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചാലല്ലേ കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ട വീഡിയോയിൽ ക്രീം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നാമത് എന്താ വെച്ചാൽ, നമുക്ക് ക്രീം ഒരുപാട് കഴിക്കാൻ പറ്റില്ലല്ലോ, കഴിക്കാൻ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ കേക്കിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ക്രീം വരിക. അപ്പം ഒരുപാട് ക്രീമായി പോകും മുകളിൽ. അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്താൽ മതി. നമ്പർ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചാനലിൻ്റെ പ്രൊഫൈലിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ പിറ്റേന്ന് മീൻസ് ഡെലിവറി ടൈമിലാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് 2 കേക്കാണ്. 2 കേക്കിൽ ഒരു കേക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ക്രീം അധികം വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അപ്പം ഈ ഒരു ടൈമിലാണ് നമ്മൾ കേക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ വന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൊക്കെ കേക്ക്. അപ്പോൾ ഡെലിവറി ടൈം ആയപ്പം നമ്മൾ ഈ മുകളിലായി ഒരു ഫ്ലവേഴ്സും കൂടെ വെച്ച് സെറ്റാക്കി കേട്ടോ. അപ്പം ഫസ്റ്റ് ആൾ കാണുമ്പം ബൊക്കെയാണല്ലോ എന്നുള്ളൊരിതായിരിക്കും, പക്ഷേ അത് ബൊക്കെയല്ല, കേക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ക്യാപ്ഷനും കൂടെ റൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കേക്ക് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല മഞ്ഞൊക്കെ ഉണ്ട്, അത്യാവശ്യം ഇരുടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദെൻ കേക്ക് വന്നിട്ട് റെഡ് വെൽവെറ്റ് ഫ്ലേവറിലായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടാലും മനസ്സിലാവുമല്ലോ അല്ലേ, അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു ടൈപ്പാണ് കേക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ബോക്സിൽ സെറ്റാക്കേണ്ടി വരും. 2 ബോക്സ് എടുത്ത് സെറ്റാക്കണം. അങ്ങനെ നമ്മൾ 2 ബോക്സ് എടുത്തു. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ പൊതുവേ കുറച്ച് ഹൈറ്റ് കൂടുതൽ, ഒരുപാടല്ല, കുറച്ച് ഹൈറ്റൊക്കെ കൂടുതലൊക്കെ ഉള്ള കേക്കാണെങ്കിൽ ഇങ്ങനെയാണ് പാക്ക് ചെയ്യാറ്. പിന്നെയെന്ന് പറയാൻ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് പ്രകാരമാണ്. അവർക്ക് ഇനി എന്താ പറയുക, അത് പിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ബോക്സ് ചേഞ്ച് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അത് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തു, അവർക്ക് കൊടുത്തു കേട്ടോ. അവർ വന്ന് പിക്ക് ചെയ്തായിരുന്നു. ദെൻ നെക്സ്റ്റ് കേക്ക് വന്നിട്ട് ഇത് വാനില കസ്റ്റാർഡ് കേക്കാണ് കേട്ടോ. ഈ കേക്ക് ടോട്ടലി കസ്റ്റമൈസേഷനാണ് കേട്ടോ, ഫ്ലേവർ ഉൾപ്പെടെ നമ്മൾ ചെയ്യാത്തൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സിമ്പിൾ ഡിസൈനായിരുന്നു കേട്ടോ. കുറച്ച് ബട്ടർഫ്ലൈസ്, പിന്നെ ഒരു ഗേളിൻ്റെ ഒരു ചെറിയൊരു പ്രിൻറ്റ്, പിന്നെ കുറച്ച് ഫോക്സ് ഹോൾസ്, ടോപ്പർ, അതൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ക്രീം വളരെ കുറവായിട്ടാണ് കേട്ടോ പുറത്ത് നമ്മളങ്ങനെ ഒരു ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലുള്ള അതുതന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ബർത്ത്ഡേ ഗേളിൻ്റെ കേക്കാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരു ഫോക്സ് ബോളിലും കൂടെ ഒരു ചെറിയ ബട്ടർഫ്ലൈസും കൂടെ നിന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ലുക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ദെൻ നമ്മൾ ഫൈനലി
എന്ത് ചെയ്തു, അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് 2 സൈഡിലൊന്ന് വെച്ചിട്ട് ആ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ലുക്ക് വരുന്നത്, ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് കേക്കിലേക്ക് പോവാം. അത് നമ്മൾ ക്രീം കോട്ട് ചെയ്ത് എന്ത് ചെയ്തു, സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഫൈനൽ കോട്ട് സെറ്റാക്കാനാണ്. ഇതും സെയിം ഫ്ലേവറിലായിരുന്നു കേട്ടോ. ഈ ഒരു കസ്റ്റമറാണ് നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഒരു കസ്റ്റാർഡ്, ഞാനും ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത് തന്നെ. അപ്പം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, സെറ്റാക്കി കൊടുത്തു. വാനില കസ്റ്റാർഡ് കേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു തീമിൽ ഇതിന് പുന്നാമ്പുറത്തൊരു കഥ ഉണ്ട്. ഞാൻ ഈ ഫസ്റ്റ് ഈ ഒരു വേർഡും പിന്നെ ഈ ഒരു കാറിൻ്റെ നെയിമാണെന്നുള്ളതും അറിയുന്നത് എൻ്റെ അനിയനിൽ നിന്നാണ് കേട്ടോ. എല്ലാ ഗേൾസും ബോയ്സിനെ പോലെ ആയിരിക്കില്ലല്ലോ, മീൻസ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞു വന്നത്. അതായത് ഈ കാറിൻ്റെതും അങ്ങനത്തെ ഒക്കെ കുറച്ചുകൂടി ക്രൈസും കൂടുതലൊക്കെ ഉള്ളത് ബോയ്സിനായിരിക്കാം, ഗേൾസിനും ഉണ്ട്, ഇല്ല എന്നല്ല, ഉണ്ടാകാം, പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ ബോയ്സിനായിരിക്കും. അപ്പോൾ അതൊക്കെ പോലെ തന്നെ എനിക്കും വലിയ താല്പര്യമില്ലാത്തൊരു മേഖലയാണ് ഈ കാറിൻ്റെ നെയിം, കമ്പനി, അങ്ങനത്തെയൊക്കെ ടൈപ്പ്. അപ്പോൾ ഈ ഒരു ലംബോർഗിനി എന്ന് പറയുന്നൊരു പേര്, പിന്നെ അത് കാറാണ് എന്നൊക്കെ ഉള്ളത് അറിയുന്നത് ഞാൻ എൻ്റെ അനിയനിൽ നിന്നാണ്. അപ്പോൾ അവന് ഇതിൻ്റെ ഒരു ചെറിയൊരു ക്രേസ് ഉണ്ട്. ചെറുപ്പത്തിൽ അവന് കുറേ ഇങ്ങനത്തെ ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ, കാർഡ്, അങ്ങനത്തെ ഒരു ഐറ്റംസ്. അപ്പോൾ അന്നാണ് ഞാൻ സംഭവം ഇത് കാറാണെന്നൊക്കെ ഉള്ളത് അറിയുന്നത് തന്നെ. അതിന് ശേഷം പിന്നെ അതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കേക്കിലേക്കാണ് പിന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു വേർഡ് ഞാൻ എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ട് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അവർ ഫസ്റ്റ് ഈ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, കസ്റ്റമർ ലംബോർഗിനിയിലാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാനും കുറേ ഒന്ന് വിചാരിച്ചു, എന്നാലും ഇത് എന്തായിരിക്കും. പിന്നെ ഈ കാറ് കണ്ടപ്പോഴാണ് നമ്മളുടെ ഈ ഒരു പണ്ടത്തെ സ്റ്റോറി ഒന്ന് കത്തി. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ലംബോർഗിനി തീമിലുള്ളൊരു കേക്കായിരുന്നു. ഫ്ലേവർ വാനില കസ്റ്റാർഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ എന്ന് പറയാനും കുറച്ച് ബോൾസ് ഉണ്ടായിരുന്നു. ദെൻ നമ്മളുടെ ലംബോർഗിനീൻ്റെ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ലോഗോ പോലത്തെ ടൈപ്പ്. പിന്നെ ആ കേക്ക് അവർ അയച്ചു തന്നതുപോലെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ചെറുതായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഒരു ചെറിയ വർക്ക് ഉണ്ടല്ലോ, അത് എന്നോട് വിട്ടുപോയി. ആ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചാൽ മതിയായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു എന്താ പറയുക, കാളയാണോ അത്, എന്തേലും ആട്ടെ, അതിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ടൊരു കളർ വന്നു. അത് ഒഴിവാക്കിയിട്ട് വേറെ വെക്കാനുള്ള സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്തു. നേരത്തെ എടുത്ത് മാറ്റി വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് വെച്ചിട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതാണ് കേക്കിൻ്റെ ഫൈനലൊക്കെ വരുന്നത്. അപ്പം നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡോക്ടറേറ്റ്, അവിടേക്ക് തന്നെ ഒരു റിസപ്ഷൻ്റെ കേക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസൈനാണ് നമ്മളിത് ചെയ്യുന്നത്. അവരുടെ ഡ്രസ്സിൻ്റെ കളർ ഒരു നേവി ബ്ലൂ, നല്ല ഡാർക്ക് ബ്ലൂ ആയിരുന്നു. അപ്പം ഞാൻ മാക്സിമം അതിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ആ ഒരു കളർ, ഒന്നാമത് അധികം കളറ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. ഒന്നാമത് എന്താ പറയുക, ആ ഒരു കളറ് കിട്ടണം എന്നുള്ളതും കൂടെ തന്നെ ഓവർ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു തിന്നായിട്ടുള്ളൊരു ലെയർ മാത്രം മുകളിലും പിന്നെ ഒരു സൈഡിലും. കസ്റ്റമർ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഫ്ലേവർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിലാണ് നമ്മളിതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഒരു ലീഫും പിന്നെ ഈ ഒരു ടോപ്പറും പിന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് എന്നും പറയും, അതൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഞാനും വേറെ റെഫറൻസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല, കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ജസ്റ്റ് സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. അപ്പം ഫൈനലൊക്കെ കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു ലൈക്ക് തോന്നി. സോ ഒരു 10K എത്തിയൊരു ഷോർട്സ് നമ്മൾ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് എന്താ ഡിലീറ്റ് ആക്കിയത്, അങ്ങനെയാന്നൊക്കെ. അപ്പം കാരണം നമ്മൾ വിശദീകരിക്കാൻ വലിയ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് അത് നമുക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വർക്ക് ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. ദെൻ ഇനി എന്തായിരിക്കും ഞാൻ പറയാൻ വരുന്നതെന്നുള്ളത് നിങ്ങൾക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇനിയുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ഡേ കാണാം. അതുവരേക്കും കീപ്പ് വാച്ചിങ്.